അതിപ്പോ മക്കൾ ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്ക്. അപ്പം ഇന്ന് സുന്ദരിയായ ഒരാളെ ഞാൻ സുന്ദരിയാക്കാൻ പോവുകയാണ്. സുന്ദരിയായ ആളെ സുന്ദരിയാക്കാൻ പോവുകയാണ്. അയ്യോ മനസ്സിൽ. അപ്പം നമ്മളിന്ന് സുന്ദരിയെ വീണ്ടും സുന്ദരിയാക്കാൻ പോവുകയാണ് സുഹൃത്ത്. ഞാൻ ഈ മൈലാഞ്ചി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. സ്പ്രെഡ് ഓക്കെ ആണോ? അല്ല, ഓക്കെ അല്ല. മട അനുവാദം എനിക്ക് വേണ്ട. ഞാൻ ആ ലുലുന്ന് മര്യാദയ്ക്ക് വാങ്ങിച്ചതായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ് സാധാരണ എനിക്ക് മൈലാഞ്ചി ഇടാൻ അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതുപോലത്തെ അച്ഛാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പം എന്തെന്നാണ് നമുക്കിപ്പോൾ വരയ്ക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ മറ്റേ ഞാൻ കാട്ടാളനെ പോലെയാണ് വരച്ചു വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാമല്ലോ എന്നെ പറ്റി. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഇതാകുമ്പോഴത്തേക്കും നല്ല രീതിക്ക് ആവുമെന്ന് വിചാരിച്ചു. അത് ഇന്ന് ഈ പെരുന്നാളിന് കുളമാക്കിയിട്ട് ഈ സാധനം തരുന്നുണ്ട്. നീ ഇത് വെച്ച് തന്നെ നീ ചെയ്യുമല്ലോ അല്ലേ? ഇത് വെച്ച് തന്നെ സെറ്റായിട്ട് ചെയ്തു. ഇതാണ് സാധനം. ഇതിങ്ങനെ ഇളക്കിയിട്ട് ഈ കയ്യിലൊട്ടിക്കുന്നു. സെറ്റാക്കി തരാം നമ്മള്. അപ്പൊ നമ്മുടെ അങ്കത്തട്ടിലേക്ക് നമ്മൾക്ക് ഇറങ്ങി പൊക്കോണ്ട് ഇവിടെ കേറുകയാണ്. കുറെ നേരം കൊണ്ട് എന്റെ അടുത്തുള്ള ദേഷ്യം എത്തുമ്പോ തീർക്കേ. സ്കൂളുള്ളതിന് നല്ലത്. ഇത് സ്കൂളിൽ പോകുമായിരുന്നു. ഇതല്ല, ഞാൻ ഇന്ന് ഇങ്ങനെ പതുക്കെ ഇളക്കണം. ഇത് ആദ്യം ഇത് നമുക്ക് മൈലാഞ്ചിയുടെ അറിഞ്ഞൂടാത്തവർക്കുള്ളതാണേ. എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ പതുക്കെ എനിക്ക് കെയർഫുള്ളി നമ്മളിങ്ങനെ ഇളക്കണം അങ്ങനെ തോന്നുന്നു. എന്നിട്ട് നമ്മള് ഇതിന് കാണിച്ചു കൊടുക്കട്ടെ. ഈ വീഡിയോ കൊണ്ട് അത്രയൊരു ഉപയോഗം ഉണ്ടാവുന്നേ. ഇനി നമ്മൾ എന്തോ ചെയ്യണം? ഈ കൈ ഇത് ഞാൻ കുറച്ച് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കണം. ഇട്ടോ എന്റെ പൊന്നോളെ ഇങ്ങനെ ആക്കി തരട്ടെ. ഇങ്ങനെ ഒഴിക്കണം. ഒഴിക്കാനല്ല, ഒഴിക്കണം. പിടിക്ക് ഒഴിക്കണം. ഗൈസ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് ഞാൻ അടിപൊളിയാക്കിയാണ്. അങ്ങനെയല്ല, ഇങ്ങനെയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇട്ടിട്ടാണ് ഇങ്ങനെ പരത്തണം. അതുകൊണ്ട് അങ്ങനെ ഇടുന്ന എന്താണ് നീ കുളമാക്കി തരുന്ന? Why fear? I am here. അതാണ് എന്റെ ഫിയർ. എന്തോ ചെയ്യണം? കയ്യൊക്കെ മിന്നൊന്ന്. ഇത് മനപ്പൂർവ്വം ഇപ്പൊ ലുലുന്ന് ഈ മൈലാഞ്ചി ഈ സാധനം കണ്ടപ്പോഴേ നിനക്ക് ഇത് തുടങ്ങിയതാണ്. ഈ കല്യാണം കഴിയുമ്പോ അവന്റെ ഭാര്യയ്ക്ക് ഇട്ട് കൊടുക്കാം. മതി എടുത്താണ്. അടുത്തത് ഇപ്പൊ കയ്യിലാക്കി കുളമാക്കി. അടുത്തത് വിരലുകളാണ്. വിരലുകൾ കൈ നിളക്കുമ്പോ എങ്ങനെയായിരിക്കും? ഇത് നല്ല സുഖമായിരിക്കും. ഇതാണ് വിരലുകൾ. ഇത് ഏത് വിരലിൽ ഒട്ടിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് ഈ വിരലിലാണ് എനിക്ക് ഒട്ടിക്കാൻ ഇഷ്ടം. എല്ലാരും ഇത് കുളമായ എന്തോ നീന്നെ കുളമായ നിന്നെ ഞാൻ കൊല്ലും ഇവിടെ ഇട്ട്. പണിഷ്മെന്റ് വല്ലതും ഉണ്ടാ? ഉണ്ട്. എന്റെ മുഖത്ത് മൊത്തം അപ്പൊ ഞാൻ ഇതിവിടെയൊക്കെ തേച്ചു. അപ്പൊ ഞാൻ ഇതിലും ഇട്ടിട്ടുണ്ട്. അയ്യോ, ഇത് ഇങ്ങനെ അയ്യോ, അകത്തായിരുന്നു. എന്റെ ഡിസൈൻ കൂടെ
കുറച്ച് പറ, അതിനകത്ത് വല്ല കേൾക്കാമോ ഉണ്ടോ? മൈലാഞ്ചി ഇട്ടുതരാം, വീഡിയോ എടുക്കാം, ഉടുപ്പിട്ടോണ്ട് വരാൻ പറഞ്ഞിട്ട് എന്റെ അടുത്ത് ചെയ്യുന്നുണ്ട്. ഉമ്മക്ക് ഓർമ്മ ഉണ്ടാവും മിഡിൽ ഫിംഗർ എന്തായാലും ഒടിഞ്ഞു പോയി. ബാക്കി ഇതാണ് ഞാൻ അമ്മയുടെ കയ്യിൽ മൈലാഞ്ചി ചട്ടിയുള്ളത്. ഓക്കെ, ഗായ്സ് ഇത് ഞാൻ ഇനി ഇളക്കി ഉമ്മയുടെ കൈയുടെ അകത്ത് ഞാൻ ഒട്ടിക്കാൻ പോകുന്നത്. എങ്ങനെ പൊട്ടിക്കാൻ ഇത് കുഞ്ചുവരലും നടുക്കോ ഒക്കെ എവിടെ? അല്ല ഉമ്മ തിരിഞ്ഞ പൊട്ടിച്ചില്ലേ? ഇങ്ങനെ ഇതാ ഞാൻ പറഞ്ഞത് നേരത്തെ. തിരിഞ്ഞു പോയി. ഇത് ഏത് വിരൽ? സത്യം പറഞ്ഞത് ഏത് വിരളെന്ന് അറിയാൻ വയ്യ. അപ്പൊ എന്റെ കൈ ഒരു കാര്യം ചെയ്യാം, എന്റെ കൈയുടെ കണക്കാക്കി ഒരു വിരൽ വെച്ച് അങ്ങോട്ടിരിക്കാം, അതാണ് നല്ലത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ ഭയങ്കര വൃത്തികേടാവുന്ന ഒരു മൈലാഞ്ചിയാണ്. കാരണം ഇത് ഭയങ്കര കളറുള്ള മൈലാഞ്ചിയാണ്. പെട്ടെന്ന് ബാക്കി മൈലാഞ്ചിക്കൊന്നും കളർ ഇല്ല, കൈ മൊത്തം കളറാവും. പേടിക്കണ്ട ഉമ്മ. ഫൈനൽ ടച്ച് എല്ലാം അടിപൊളിയായി. ലുലുലുണ്ട് കേട്ടാ, റമളാൻ ഫെസ്റ്റിന്റെ അവിടെ സൈഡില് സുമായി ഒരു മാമി ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത് അല്ലേ? നിങ്ങൾ വാങ്ങിക്കണം. എന്റെ മൈലാഞ്ചി കുളമാക്കി വെച്ചിട്ടിരുന്നു. ജീവിതത്തിൽ സമാധാനമുള്ള ഒരു പെരുന്നാൾ കിട്ടിയത് ഇപ്പോഴാണ്. ആ പെരുന്നാൾ ഇവനായിട്ട് അതിന്റെ കൈ കുളമാക്കി. അയ്യേ, ആരെങ്കിലും ഒരു കൈ ഇതുപോലെ കൊണ്ട് കൊടുക്കും. എടാ ഇനി ഞാൻ നിന്റെ ആയിട്ട് തരാടാ. ഇവിടെ വരാൻ, ഇവിടെ വാടാ, ഇവിടെ വാ. കിട്ടേരട്ടാ. ഉറങ്ങിയാ? എണീരവിടെ നിന്ന് എഴുന്നേര് മോനെ. തല കയറി ഇരിക്കുക. എലിയിലാണല്ലേടാ. എടാ അത് അങ്ങനെ ഇട്ട് തൊക്കല്ലേ, ഇവിടെ മൊത്തം ആക്കല്ലേ. ടിഷ്യൂ പേപ്പർ ഉണ്ട്. മതിയല്ലേ, മതി. അതിപ്പോ മക്കളെ വിളിക്കണ എന്തിനെന്നറിയാമോ? മറ്റേ ഈ പുലി പതുങ്ങുന്നത് എന്തിന് ഓടിക്കാനല്ല കുതിക്കാനില്ല, എങ്ങനെയാണ് വീഡിയോ അടച്ച് വെച്ചിട്ട് കാവാലും നോക്കി രണ്ടടി നിങ്ങളെ അടുത്ത അവിടെ എന്റെ വീഡിയോ കാണുമ്പോ ഇവിടെ വെച്ച 5 കൈയുടെ പാടുണ്ടാകുന്നു നോക്കണേ. എനിക്ക് ഏത് മൈലാഞ്ചി ഇട്ടാലും എന്റെ അവസാനത്തെ ഡിസൈനാണിത്. മറ്റേ കൈയുടെ മുകളിൽ ഉണ്ടാണക്കാക്കി വെക്കൂലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് മൈലാഞ്ചി ഇടാറുള്ളതൊക്കെ അച്ച് തന്നെയാണ് നല്ലത്, അല്ലെ നമ്മളെ കൈ എത്രയും കുളമാവും. അച്ച് സെറ്റായെന്ന് പറഞ്ഞാൽ അത് നീവൻ ഇട്ടോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്ന. അപ്പൊ ഉമ്മയുടെ കൈ മൊത്തം ചുമന്ന് നല്ല റിസൾട്ട് ആയിട്ട് വരാം. റിസൾട്ട് ആയിട്ട് ഒരു മടലും കൊണ്ട് ഞാൻ വരും. ഓക്കെ, ചെറുക്കാൻ ഈ നിർത്തിക്കോ. ഇപ്പം ഉമ്മയുടെ കൈ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാവുന്നു നമ്മളിപ്പോൾ കാണിച്ചു തരാം. ഒരേ ഒരു സെക്കൻഡ് ഇപ്പം കാണിച്ചു തരാം. കൊളമാക്കി ചളമാക്കി. അങ്ങനെ പറയല്ലേ ഞാൻ പാടും. അയ്യോ എനിക്ക് മനസ്സിലായി. എന്റെ മോൻ പാടോട്ട് ചെയ്തതാണ് വീഡിയോ എടുക്കാൻ. എന്റെ മച്ചി ഞാൻ ചെയ്തു തരൂലേ? ആർക്കാണ്? പിന്നെ അല്ലാതെ ഇനി ഞാൻ ചെയ്തു തരും. അപ്പോ എന്റെ പൊന്നോനല്ലേ. ഇനി മുടി ഞാൻ വെട്ടിത്തരാം. ശരിയാണ്, പോട്ടെ. ഇവനുണ്ടെങ്കിൽ പുല്ലെങ്കിലും പഠിക്കില്ല. ഹലോ, എന്ത് ചെയ്യുവാണ്?
ആ ന്യൂഡിൽസ് കഴിച്ചിട്ട് ആ വെള്ളത്തിനെങ്കിലും ഒന്ന് വെറുതെ വിടോ. ആ വെള്ളത്തിനെങ്കിലും ഒന്ന് വെറുതെ വിടോ. ഹലോ, എന്തോ അതാണ് അതിന്റെ ഒരു വൈബ്. ഏതിന്റെ വൈബ്? അതാര് കഴുകി വയ്ക്കും? ഇവിടെ വരാൻ ഒരു വിറ്റുണ്ടായി. വലിയ സ്റ്റൈലിൽ വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അവർ ഓട്ടിച്ചു. പോ പോ പോ. ഇത് ഞാൻ എടുക്കണമെന്ന് ഉദ്ദേശിച്ചതല്ല, പക്ഷേ നല്ല വൃത്തിയായിട്ട് വലിയ സ്റ്റൈലിൽ ഞാൻ പറഞ്ഞു കഴുകാൻ പറഞ്ഞിട്ട് വലിയ സ്റ്റൈലിൽ കേൾക്കാതെ പോയാണ്. അവിടെ സിറ്റ് ഓടിച്ചത് മുമ്പ് ഓട്ടിച്ച്. ഇങ്ങനെയുള്ള പാത്രം കഴുകുന്നതിന് നോവും. എന്ത് മനോഹരമായ കാഴ്ച. അപ്പൊ ഗൈസ് ഉമ്മ വന്നിട്ടുണ്ട്. ഉമ്മയുടെ കൈയൊക്കെ നല്ല ഗൈസ്. അപ്പൊ ഉമ്മയുടെ കയ്യിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ. ഞാൻ ചെയ്തോണ്ട് പറയാം. ഇവിടെ വരിക. നീ ചെയ്തല്ല മോനെ. എല്ലാവരും വീട്ടിൽ ആൺകുട്ടികളെ കൊടുക്കണം. ഈ മക്കൾ ചെയ്തല്ല, തനിയെ വന്നതാണ്. ഞാൻ ചെയ്തതാണ്. ഇതാണ് ഹംദുവിന്റെ മൈലാഞ്ചി വീഡിയോ. അത്യാവശ്യം നല്ല രീതിയിൽ ഇവ ഇട്ടതല്ല, പക്ഷെ അത് ആ സ്റ്റിക്കർ ആയതുകൊണ്ടാണ്. പക്ഷെ കുളം ആയില്ല. സോറി. ഇവ കിട്ടിയതേ തിരിച്ചു കിട്ടിയതേ ഭാഗ്യം. അല്ല, ഇത്രയും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അയ്യോ, മെഹന്തി ആർട്ടിസ്റ്റിനെ പോലെയാണ് പറയുന്നത്. അത് മക്കളൊന്നും ചെയ്തില്ല എന്ന് പറയില്ല. അതായത് ഈ മൈലാഞ്ചിയുടെ അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇത് ഒരു 100 രൂപ അവിടുത്തെ കിട്ടും. എല്ലാ ഫാൻസിലും കിട്ടും. ഉള്ളിൽ മാത്രം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് നല്ല സ്റ്റൈലിൽ ഇങ്ങനെയൊക്കെ വെച്ചേക്കാം. അല്ലെങ്കിൽ ഞാൻ ഇടുന്നതൊക്കെ മറ്റേ മൊമ്പം പോലെ ഇരിക്കും, കൊള്ളാത്തത്. അപ്പം നമ്മളെ ഈ മെഹന്തി ഇടുന്ന വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ പൊന്നമ്മച്ചിയുടെ കൈ മൊത്തം ഞാൻ അടിപൊളിയാക്കി അല്ലേ അമ്മ? കൊള്ളൂലേ അമ്മ? കൊള്ളാം. അല്ല, ഇത്രയും ഇതാവും ഞാൻ വിചാരിച്ചില്ല. വീഡിയോ അല്ല, നല്ല അടിപൊളിയായിട്ട് വന്നല്ലേ. ഇത് ഇത്ര ഇതാവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. സൂപ്പർ അല്ലേ? ഞാൻ തീരുമാനം പറയില്ല. വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇവന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം. മൈലാഞ്ചി ഇവന്റെ ഈ മൈലാഞ്ചിക്ക് വേണ്ടി എനിക്ക് മൈലാഞ്ചി ഇട്ടുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ ഇടാനുള്ളൊരു മനസ്സുള്ളത് പറയുന്നില്ല. എന്നാ പിന്നെ ശരിക്കും അപ്പൊ ഗൈസ് എല്ലാവർക്കും ടാറ്റ, ഗുഡ് ബൈ, സീ യു.